ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു വെൽത്ത് സർക്യൂട്ട്. നമ്മൾ നോക്കാൻ പോകുന്ന നമ്മൾ ഫാം ചെയ്യുന്ന എല്ലാ എയർ ഡ്രോപ്പുകളുടെയും മേജറായിട്ടുള്ള അപ്ഡേറ്റ്സ് ആണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് കാര്യങ്ങൾ പറയാം. ഇതൊരിക്കലും സ്കിപ്പ് ചെയ്യരുത്. ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ ഫാം ചെയ്യുന്ന പ്രൊജക്റ്റുകളുടെ ഏറ്റവും വലിയ അപ്ഡേറ്റ്സ് മാത്രമാണല്ല. ജസ്റ്റ് ഒരു ഇൻ്റർഫേസിലൊന്ന് ചേഞ്ച്, അതുപോലെ തന്നെ ജസ്റ്റ് ഒരു വാലറ്റ് കണക്ഷൻ വന്നു, ഇതൊന്നും നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നതല്ല. എന്താ വെച്ചാൽ കുറേ വീഡിയോസ് ലോങ് ആയി പോകും. അതുകൊണ്ട് തന്നെ അതൊന്നും പറയുന്നില്ല. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് മാത്രമാണ് പറഞ്ഞു പോകുന്നത്. ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്ന എല്ലാ പ്രൊജക്റ്റുകളിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നമ്മുടെ ടെലിഗ്രാം ചാനലിലെ പിൻഡ് പോസ്റ്റിലുണ്ട്. ആ ഒരു പിൻഡ് പോസ്റ്റ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് പ്രൊജക്റ്റിലേക്കാണോ ജോയിൻ ചെയ്യേണ്ടത് ആ ഒരു പ്രൊജക്റ്റിലേക്ക് പോവുക, ജോയിൻ ചെയ്യുക. എല്ലാ പ്രൊജക്റ്റുകളുടെയും ജോയിനിങ് ലിങ്ക് അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വേണ്ടവർക്ക് അവിടെ നിന്ന് ജോയിൻ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഫാം ചെയ്യുന്ന ഒരുപാട് പ്രൊജക്ട്സിനെ പറ്റി ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ടാവില്ല. അതിൻ്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊന്നും പുതിയ അപ്ഡേറ്റ്സ് വരാത്തത് കൊണ്ടാണ്. ഒരു പ്രൊജക്റ്റിന് ബിൽഡാക്കി എടുക്കാൻ കുറേ ടൈം വേണം. അപ്പോൾ അവർക്കൊരു വ്യക്തമായ റോഡ് മാപ്പ് ഉണ്ടാവും. ആ റോഡ് മാപ്പിനനുസരിച്ച് മാത്രമേ അപ്ഡേറ്റ്സ് വരുള്ളൂ. അല്ലാതെ ഡെയിലി അപ്ഡേറ്റ്സ് വരുന്ന എല്ലാ പ്രൊജക്റ്റും നല്ലത്, അപ്ഡേറ്റ്സ് വരാത്ത എല്ലാ പ്രൊജക്റ്റും മോശം, അങ്ങനെയല്ല. ആ കാര്യം അത് മനസ്സിലാക്കുക. അപ്പോൾ നല്ല വലിയ അപ്ഡേറ്റ്സ് മാത്രമാണ് നമ്മൾ പറഞ്ഞു പോകുന്നത്. സിമ്പിളായിട്ടുള്ള ചെറിയ ചെറിയ അപ്ഡേറ്റ്സ് ഓൾറെഡി ടെലിഗ്രാമിൽ പറഞ്ഞ കാര്യമാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ ഒരു അപ്ഡേറ്റ്സിൻ്റെ വീഡിയോ ഉണ്ടായിരുന്നു, അത് കാണാത്തവരാണെങ്കിൽ അത് കാണുക. അതിൽ കുറേ അപ്ഡേറ്റ്സ് നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ പറയാത്ത അപ്ഡേറ്റ്സ് മാത്രമാണ് ഇതിൽ പറയുന്നത്. വീണ്ടും ആ ഒരു കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ അപ്ഡേറ്റ്സ് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. ആദ്യം തന്നെ നമ്മൾ നോക്കുന്നത് സ്വാൻ ചെയിൻ്റെ അപ്ഡേറ്റ് ആണ്. സ്വാൻ ചെയിൻ ടെസ്റ്റ് നെറ്റ് ആരും ചെയ്യുന്നുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ചെയ്യുന്നവർക്ക് നല്ല ഏണിങ്സ് കിട്ടും. അതുപോലെ തന്നെ ബിനാൻസ് ലാബ് ഇൻവെസ്റ്റ് ചെയ്ത കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുപോലെ തന്നെ സീസൺ 2 ആണ് ഇപ്പോൾ നടക്കുന്നത്. സീസൺ 1 ഫാം ചെയ്തവർക്കേ സീസൺ 2 പറ്റൂ, അങ്ങനെയൊന്നുമില്ല. ആർക്ക് വേണമെങ്കിലും ചെയ്യാം. അതുപോലെ തന്നെ സീസൺ 1ൻ്റെ എയർ ഡ്രോപ്പ് ആർക്കും കിട്ടിയില്ല എന്ന കുറേ കമൻറ്റ്സ് ഞാൻ കണ്ടു. നിങ്ങൾ മനസ്സിലാക്കുക, എല്ലാ സീസൺസും കഴിഞ്ഞതിൻ്റെ ശേഷം മാത്രമേ എയർ ഡ്രോപ്പ് ഉണ്ടാവുള്ളൂ. അല്ലാതെ സീസൺ 1 എയർ ഡ്രോപ്പ് ഇങ്ങനെ അല്ലെങ്കിൽ സീസൺ 2 എയർ ഡ്രോപ്പ് ഇങ്ങനെ അങ്ങനെയൊന്നുമില്ല. എല്ലാ സീസൺസും കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇതുപോലത്തെ വെബ് ബേസ്ഡ് അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക ടാസ്ക് ബേസ്ഡ് സോഷ്യൽ ബേസ്ഡ് ആയിട്ടുള്ള എയർ ഡ്രോപ്പുകളെല്ലാം കിട്ടുക. അല്ലാതെ ടെലഗ്രാം ബേസ്ഡ് എയർ ഡ്രോപ്പുകളെ പോലെ അല്ല. ഓരോ സീസണും ഇത്ര അലോക്കേഷൻ എന്നുള്ള രീതിക്കല്ല. അപ്പോൾ എല്ലാ സീസണും കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് എയർ ഡ്രോപ്പ് കിട്ടുക എന്ന് മനസ്സിലാക്കുക. സ്വാൻ ചെയിൻ സീസൺ 1 ഫ്രീ ആയിരുന്നു. ഇനി സീസൺ 2 മുതൽ ഫ്രീ അല്ല. ഫ്രീ ആയിട്ട് എയർ ഡ്രോപ്പ് ഫാം ചെയ്യുന്ന ആർക്കും എയർ ഡ്രോപ്പ് കിട്ടില്ല എന്ന കാര്യം ഞാൻ വീണ്ടും പറയുകയാണ്. അതിനെപ്പറ്റി ഡെഡിക്കേറ്റഡ് ആയിട്ട് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് കാണേണ്ടവർ തീർച്ചയായിട്ടും അത് പോയി കാണുക. എന്നിട്ട് ഇതേറിയം ബ്രിഡ്ജ് ചെയ്യുക. ഇതേറിയം ബ്രിഡ്ജ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് സ്വാൻ ചെയിനിൽ പങ്കെടുത്തിട്ട് കാര്യമില്ല, എയർ ഡ്രോപ്പ് കിട്ടില്ല എന്ന കാര്യം മനസ്സിലാക്കുക. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മൾ കുറച്ച് മാസങ്ങൾക്ക് മുൻപ് ബിനാൻസ് വെബ്3യിൽ വന്ന കാർവിൻ്റെ എയർ ഡ്രോപ്പാണ്. കാർവ് എയർ ഡ്രോപ്പ് എങ്ങനെയെന്ന് വെച്ചാൽ കാർ ടോക്കൺ അല്ല കൊടുക്കുന്നത്, USDC ആണ്. എന്താണ് USDC എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ USDT പോലെ തന്നെ ഒരു സ്റ്റേബിൾ ടോക്കൺ ആണ് USDCയും. അപ്പോൾ റിവാർഡ്സ് ആയിട്ട് എല്ലാവർക്കും കൊടുത്തത് USDC ആണ്. അതെങ്ങനെ ചെക്ക് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ബിനാൻസിൻ്റെ ആപ്പ് ഓപ്പൺ ചെയ്യുക. അതെങ്ങനെ ചെയ്യണമെന്ന് ഞാൻ ടെലഗ്രാമിൽ ഓൾറെഡി പറഞ്ഞതാണ്. എങ്കിലും ബിനാൻസിൻ്റെ ആപ്പ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യുക, വാലറ്റിലേക്ക് പോവുക. അവിടെ നിങ്ങൾക്ക് എക്സ്ചേഞ്ചിലാണ് ഉണ്ടാവുക. അത് മാറ്റിയിട്ട് എന്ത് ചെയ്യുക, വെബ്3യിലേക്ക് ആക്കുക. ഓക്കെ, വെബ്3യിലേക്ക് ആക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ വെബ്3 വാലറ്റ് ഓപ്പൺ ആവും. ഇവിടെയാണ് നിങ്ങൾക്ക് USDC കിട്ടിയിട്ടുണ്ടാവുക. ഓക്കെ, എനിക്ക് കിട്ടിയത് 30 USDC ആണ്. ഞാൻ ഓൾറെഡി വിഡ്രോ ചെയ്ത് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ എനിക്കിവിടെ കാണുന്നില്ല. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ ഇതുപോലെ കോയിൻസിൻ്റെ കൂട്ടത്തിൽ ഒരു USDC ഉണ്ടാവും. ആ USDC ആണ് നിങ്ങൾക്ക് കിട്ടിയ എയർ ഡ്രോപ്പ്. ഓക്കെ, അപ്പോൾ ഒന്നും കിട്ടാത്തവർ ഒരുപാട് ആൾക്കാരുണ്ടാവും. അതെന്താണ് കിട്ടാത്തത്? ജസ്റ്റ് ജോയിൻ ചെയ്തിട്ടവർക്ക് മാത്രമായിട്ട് ഒന്നും കിട്ടില്ല. ഞാൻ എപ്പോഴും പറഞ്ഞിരുന്നു, കൂടുതൽ പോയിന്റ്സ് ആർക്കാണോ അവർക്ക് മാത്രമാണ് എയർ ഡ്രോപ്പ് കിട്ടുക. അപ്പോൾ ഇതിൽ ഇൻഫ്ലുവൻസേഴ്സിന് ഇത്രയും, നോർമൽ യൂസേഴ്സിന് ഇത്രയും അങ്ങനെയൊന്നുമില്ല. ജസ്റ്റ് ആയിട്ട് എല്ലാ ഡെയിലി ടാസ്കുകളും അതുപോലെ തന്നെ ഡെയിലി ചെക്ക് ഇൻ, വീക്ക്ലി ടാസ്കുകൾ ഇതെല്ലാം ചെയ്തവർക്ക് എല്ലാവർക്കും എയർ ഡ്രോപ്പ് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ ചിലപ്പോൾ ഒരു ദിവസമൊക്കെ ഡെയിലി ചെക്ക് ഇൻ മിസ് ചെയ്ത് പോയിട്ടുണ്ടാവും. അതുകൊണ്ടാണ് നിങ്ങൾക്ക് കിട്ടാത്തത്. ഏറ്റവും കൂടുതൽ പോയിന്റ്സ് ഉള്ളവർക്ക് മാത്രമേ കിട്ടുള്ളൂ. ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞാൽ മില്യൺസ് ഓഫ് ആൾക്കാർ പാർട്ടിസിപ്പേറ്റ് ചെയ്ത എയർ ഡ്രോപ്പാണ് കാർവിൻ്റെ വെബ്3 എയർ ഡ്രോപ്പ്. അപ്പോൾ അത്രയും മില്യൺസ് ഓഫ് ആൾക്കാർ ഒരു ദിവസം പോലും വിടാതെ എല്ലാ മിഷൻസും ചെക്ക് ചെയ്ത് പോയവരുണ്ട്. അപ്പോൾ അവർക്കാണ് എയർ ഡ്രോപ്പ് കിട്ടുക. അല്ലാതെ ജസ്റ്റ് ജോയിൻ ചെയ്തിട്ടവർക്ക് 1-2 ദിവസം ചെക്ക് ഇൻ ചെയ്തവർക്ക് ഒന്നും കിട്ടില്ല എന്ന കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. ഇനി അടുത്തായിട്ട് നമ്മൾ നോക്കുന്നത് ഗെയിമി വാർഡ്ബേർഡിൻ്റെ അപ്ഡേറ്റ് ആണ്. ഇതിൽ ഒരുപാട് ആൾക്കാർക്ക് എതിർപ്പുണ്ട്. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ശരിയല്ല, അതുപോലെ തന്നെ നാസേൻ്റെ സപ്പോർട്ട് ഉണ്ട്, അതുപോലെ അനിമോക്ക ബ്രാൻഡ്സ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഇതൊക്കെ പറഞ്ഞു. എന്നിട്ട് ഈ പ്രൊജക്റ്റ് എന്താണ് ഇങ്ങനെ ചെയ്തത് എന്നാണ് എല്ലാവർക്കും അറിയേണ്ടത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ, ഞാനൊരു പ്രൊജക്റ്റ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഫണ്ടമെന്റലി സ്ട്രോങ് ആണോ, എത്ര കമ്പനീസ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, എത്ര ഫണ്ടിങ് ഉണ്ടെന്നൊക്കെ നോക്കിയിട്ടാണ്. നമുക്ക് അല്ലെങ്കിൽ എനിക്കോ ഏതൊരു കണ്ടന്റ് ക്രിയേറ്റേഴ്സിനോ ഒരിക്കലും നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റില്ല ഇത് നല്ല ഡിസ്ട്രിബ്യൂഷൻ നടത്തുമോ, യൂസേഴ്സിന് ഇത്ര കൊടുക്കുമെന്നുള്ള കാര്യം. നമ്മൾക്ക് ആകെ പറയാൻ പറ്റുന്ന എന്താ, പ്രൊജക്റ്റ് നല്ലതാണോ എന്നുള്ള കാര്യങ്ങൾ മാത്രമാണ്. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താ, നമുക്ക് കിട്ടുന്ന എല്ലാ നല്ല പ്രൊജക്റ്റുകളും എയർ ഡ്രോപ്പ് ഫാമിംഗ് ചെയ്യാം. നിങ്ങളുടെ ഫ്രീ ടൈം മാത്രം യൂസ് ചെയ്യുക എന്നുള്ള കാര്യം ഞാൻ എപ്പോഴും പറയുന്നതാണ്. ഒരുപാട് സമയം ഒരു പ്രൊജക്റ്റിലേക്കും കോൺസെൻട്രേറ്റ് ചെയ്യരുത്. എല്ലാം സ്പ്ലിറ്റ് ചെയ്ത് കുറച്ച് എല്ലാ പ്രൊജക്റ്റിലേക്കും ഇടുക. അങ്ങനെയാണ് എയർ ഡ്രോപ്പ് ഫാം ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങളൊരു 10 എയർ ഡ്രോപ്പ് ഫാമിംഗ് ചെയ്യുകയാണെങ്കിൽ അതിൽ 2 എണ്ണം മാത്രമായിരിക്കും നല്ലത്, ബാക്കി 8 എണ്ണം മോശമായിരിക്കും. ഞാൻ എല്ലാ പ്രാവശ്യം പറയുന്നതാണ്, എയർ ഡ്രോപ്പ് അലോക്കേഷൻ എങ്ങനെയാണ് കൊടുക്കുക എന്നുള്ളത് ആർക്കും പറയാൻ പറ്റില്ല.
അതിൻ്റെ 2 പെർഫെക്റ്റ് എക്സാമ്പിൾസ് ആണ്. ഒന്ന് ഗെയിമി വാർഡ്ബേർഡും 2 കാറ്റിസണും. ഈ 2 പ്രൊജക്റ്റുകളും നല്ല തന്നെയാണ്, നല്ല പ്രൊജക്റ്റാണ്, ഫണ്ടമെൻ്റലി സ്ട്രോങ് ആണ്, നല്ല കോയിൻസ് ആണ്. പക്ഷേ അവരുടെ എയർഡ്രോപ്പ് ഫാം ചെയ്ത യൂസേഴ്സിന് കൊടുത്ത അലോക്കേഷൻ വളരെ മോശമായുള്ള രീതിയിലാണ്. നമുക്ക് ആകെ ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞാൽ നല്ല പ്രൊജക്റ്റുകൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം, നിങ്ങളെ കൊണ്ട് ഫാം ചെയ്യിപ്പിക്കുക. ഒരു 10 എണ്ണം ചെയ്യുകയാണെങ്കിൽ അതിൽ 2 എണ്ണേ നല്ലതുണ്ടാവുള്ളൂ എന്ന കാര്യം എപ്പോഴും മനസ്സിലാക്കുക. ഇതുപോലെ ഒരു പ്രൊജക്റ്റിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് ആ പ്രൊജക്റ്റ് നിങ്ങളെ പറ്റിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും കിട്ടാതായി പോകും. അതുകൊണ്ടാണ് എപ്പോഴും മൾട്ടിപ്പിൾ പ്രൊജക്ട്സ് ഒരുമിച്ച് ഫാം ചെയ്യുക എന്ന് പറയുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ ഗെയിമി വാർഡ്ബേർഡ് ചെയ്തതിൽ ഒരു നല്ല കാര്യമുണ്ട്, ബാക്കി മോശം കാര്യങ്ങളാണ്. എന്താണ് ഈ നല്ല കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹാംസ്റ്റർ കോമ്പാറ്റ് കൊടുത്തത് എങ്ങനെയാണ്? ഇൻഫ്ലുവൻസേഴ്സിനാണ് മെജോറിറ്റി ഓഫ് എയർ ഡ്രോപ്പും, റെഫറൻസിനനുസരിച്ചാണ് എയർ ഡ്രോപ്പ് കൊടുത്തത്. ഗെയിമി വാർഡ്ബേർഡ് അത് ചെയ്തിട്ടില്ല. ഗെയിമിൽ എത്ര റെഫറൻസ് ചെയ്ത ആളാണെങ്കിലും, എത്ര ആൾക്കാരെ റെഫർ ചെയ്തിട്ടുണ്ടെങ്കിലും, എത്ര മില്യൺസ് ഓഫ് പോയിന്റ് ഉണ്ടെങ്കിലും അയാൾക്ക് മാക്സിമം കിട്ടുക 138K വാട്ട് ടോക്കൺസ് മാത്രമാണ്, ഇനി എത്ര വലിയ ഇൻഫ്ലുവൻസർ ആണെങ്കിലും. അതുകൊണ്ട് തന്നെ നോർമൽ യൂസേഴ്സിന് കുറേ അലോക്കേഷൻ കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ 600 ടോക്കൺ അല്ലെങ്കിൽ 300 ടോക്കൺ ആണ് ഉള്ളതെങ്കിൽ ഈ ഒരു ലിമിറ്റ് വെച്ചതുകൊണ്ടാണ് അത്രയെങ്കിലും ഉള്ളത്. അല്ലെങ്കിൽ ഇതെല്ലാം ഇൻഫ്ലുവൻസേഴ്സ് എടുത്തുകൊണ്ട് പോയാൽ ആ അലോക്കേഷൻ മുഴുവൻ ഇൻഫ്ലുവൻസേഴ്സിന് പോകും, ഒരു ലിമിറ്റും ഇല്ലാതെ കൊടുത്തിരുന്നെങ്കിൽ. അതുകൊണ്ട് ആ ഒരു ലിമിറ്റ് വെച്ചത് ഏറ്റവും കൂടുതൽ ഇത്രേ പറ്റൂ ഒരു യൂസറിന് അല്ലെങ്കിൽ ഒരു അക്കൗണ്ടിന് എന്നുള്ളത് ഇത്രയും നല്ല കാര്യം തന്നെയാണ് അവർ ചെയ്തത്. ഇനി മോശം കാര്യം എന്താണെന്ന് നോക്കുകയാണെങ്കിൽ, എയർ ഡ്രോപ്പ് ഡിസ്ട്രിബ്യൂഷനിൽ ഇവർ ചെയ്തതെന്ന് വെച്ചാൽ 3 ടയറാക്കി. ഞാൻ അതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ഇനി ഡൗട്ടുള്ളവർ അത് പോയി കാണാം. 3 ടയറാക്കി. ഈ മൂന്നാമത്തെ ഏറ്റവും ടോപ്പ് ടയറിലാണ് ഈ ഇൻഫ്ലുവൻസേഴ്സ് എല്ലാവരും വരിക. അവർക്ക് എല്ലാവർക്കും ഇനി എത്ര കൂടുതലുള്ള ആളാണെങ്കിലും 138K മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് ഇൻഫ്ലുവൻസേഴ്സ് എയർ ഡ്രോപ്പ് എന്ന് പറയുന്നത് വാർഡ്ബേർഡ് അല്ല എന്ന കാര്യം മനസ്സിലാക്കുക, അത് തെറ്റായ ധാരണ മാത്രമാണ്. ഇനി നോർമൽ യൂസേഴ്സിനോട് ചെയ്യാൻ പാടില്ലാത്ത കാര്യം എന്ന് പറഞ്ഞാൽ ടയർ ഗ്യാപ്പാണ്. ഒരു ടയറിൽ ഒരു ദിവസം കൊണ്ട് ജോയിൻ ചെയ്ത് കുറച്ച് പോയിന്റ്സ് ഉണ്ടാക്കി ആക്കുവരെ ഫസ്റ്റത്തെ ടയർ കയറാൻ പറ്റും. ആ ഫസ്റ്റത്തെ ടയറിൽ 30-40 ദിവസം ഫാം ചെയ്തവർ തന്നെ ഉണ്ട്. ബാക്കിയുള്ള അലോക്കേഷൻ 3 മാസം കഴിയുമ്പോൾ നമുക്ക് കിട്ടും. അതുപോലെ തന്നെ ബിറ്റ്ഗെറ്റ് എക്സ്ചേഞ്ചിലേക്ക് ക്ലെയിം ചെയ്യാന്നുള്ള കാര്യം ഞാനൊരു 10 പ്രാവശ്യമെങ്കിലും മിനിമം വീഡിയോസിൽ മാത്രം, ആ ഒരു വിഡ്രോവലിൻ്റെ വീഡിയോയിൽ മാത്രം പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയെങ്കിലും ഒരു ബിറ്റ്ഗെറ്റ് അക്കൗണ്ട് എടുത്ത് KYC കംപ്ലീറ്റ് ചെയ്യാൻ, നിങ്ങൾക്ക് KYC കംപ്ലീറ്റ് ചെയ്യാൻ ഡോക്യുമെന്റ്സോ അല്ലെങ്കിൽ 18 വയസ്സാവാത്ത എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള ആരുടെങ്കിലും പേരിൽ അക്കൗണ്ട് എടുത്ത് KYC കംപ്ലീറ്റ് ചെയ്തെങ്കിലും എടുക്കണമെന്ന കാര്യം ഞാൻ എത്രയോ പ്രാവശ്യം പറഞ്ഞതാണ്. ബിറ്റ്ഗെറ്റിൻ്റെ ആപ്പ് ഓപ്പൺ ആവുന്നില്ല എന്നതൊരു എക്സ്ക്യൂസ് അല്ല. ബിറ്റ്ഗെറ്റിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ ലിങ്ക് പല പ്രാവശ്യം ഞാൻ വീഡിയോസിലും അതുപോലെ തന്നെ നമ്മുടെ ടെലഗ്രാം ചാനലിലും കൊടുത്താണ്, ലേറ്റസ്റ്റ് ആപ്ലിക്കേഷൻ്റെ. അതിൽ ജസ്റ്റ് നിങ്ങളുടെ അക്കൗണ്ട് ലോഗിൻ ചെയ്ത് ഡൗൺലോഡ് ചെയ്താൽ മതി. ഈസി ആയിട്ട് അങ്ങനെ എടുക്കാൻ പറ്റുമായിരുന്നു. അത് ഒരുപാട് ആൾക്കാർ ചെയ്തു, അങ്ങനെ കുറേ ആൾക്കാർ സെല് ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ലേറ്റസ്റ്റ് ആപ്പ് യൂസ് ചെയ്തിട്ടും എറേഴ്സ് വരികയാണെങ്കിൽ ഞാൻ ടെലഗ്രാം ചാനലിൽ പല പ്രാവശ്യം പറഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്യുക, വെബ്സൈറ്റ് യൂസ് ചെയ്യുക. ബിറ്റ്ഗെറ്റ് എക്സ്ചേഞ്ചിൻ്റെ വെബ്സൈറ്റ് ഉണ്ട്, ആ വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് സെല് ചെയ്യാൻ പറ്റും. അങ്ങനെയും ഒരുപാട് ആൾക്കാർ സെല് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അതൊരു എക്സ്ക്യൂസ് അല്ല. പിന്നെ വിഡ്രോവൽ ചെയ്യാൻ ടൈം, കറക്റ്റായിട്ടൊരു ടൈം അവർ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു ടൈമിന് നമ്മൾ വീഡിയോ ഇട്ടു കറക്റ്റായിട്ട് ഇന്ന ടൈമിൽ ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. പക്ഷേ അത് ചെയ്യാതെ അവസാന ദിവസം വന്നിട്ട് ഇനി ബിറ്റ്ഗെറ്റിലേക്ക് മാറ്റാൻ പറ്റുമെന്ന് ചോദിക്കുന്നത് ഒരു എക്സ്ക്യൂസ് അല്ല. അപ്പോൾ ഇനി എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുന്നത് ആകെ ടോൺ വാലറ്റുകളിലേക്കാണ്. ടെലഗ്രാം വാലറ്റ്, അതുപോലെ തന്നെ ടോൺ കീപ്പർ, ഇതുപോലുള്ള വാലറ്റുകളിലേക്കാണ്. വിഡ്രോവലിൻ്റെ വീഡിയോയിൽ ഓൾറെഡി പറഞ്ഞു, നിങ്ങൾ ആകെ ₹1 പോലും ചിലവില്ലാതെ എടുക്കാൻ പറ്റുന്ന ഒരേ ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ ബിറ്റ്ഗെറ്റ് എക്സ്ചേഞ്ചിലേക്കാണ്. ഇനി നിങ്ങൾക്ക് വിഡ്രോ അടിക്കണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് വാലറ്റ് കണക്ട് ചെയ്ത് വെച്ച് വിഡ്രോ കൊടുത്താൽ മാത്രം പോരാ. നിങ്ങൾ ഒന്നും കൂടി ഇപ്പോൾ ഗെയിമിൽ കയറിയ ശേഷം വിഡ്രോ എന്ന് പറയുന്ന ഒരു ക്ലെയിം ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം. അതെങ്ങനെ ചെയ്യാമെന്നുള്ളതിൻ്റെ വീഡിയോ ട്യൂട്ടോറിയൽ ഞാൻ ടെലഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, വേണ്ടവർക്ക് അത് കണ്ടുകൊണ്ട് വിഡ്രോ ചെയ്യാം. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ക്ലെയിം ചെയ്തുകൊണ്ട് ഗ്യാസ് ഫീ പേ ചെയ്തെടുക്കണം. ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞതാണ്, വാലറ്റിലേക്ക് എടുക്കുകയാണെങ്കിൽ നിങ്ങൾ ഗ്യാസ് ഫീ കൊടുക്കേണ്ടി വരും. അത് ഓൾറെഡി നമുക്ക് അറിയുന്ന കാര്യമാണ്, അത് ഗെയിമി വാർഡ്ബേർഡ് പുതുതായിട്ട് കൊണ്ടുവന്നല്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ബിറ്റ്ഗെറ്റിലേക്ക് എടുക്കുക എന്നുള്ള കാര്യം. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഗ്യാസ് ഫീ കൊടുത്ത് ക്ലെയിം ചെയ്യുക, എന്നിട്ട് വാലറ്റിലേക്ക് കൊണ്ടുവരിക. വാലറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ എക്സ്ചേഞ്ചിലേക്ക് വീണ്ടും സെൻഡ് ചെയ്യുക, എന്നിട്ട് സെല്ല് ചെയ്തുകൊണ്ട് USDT ആക്കുക എന്നുള്ള കാര്യം മാത്രമാണ്. അപ്പോൾ ഇതൊന്നും നിങ്ങൾക്ക് ചെയ്യാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ ട്രേഡിംഗ് സീരീസിൻ്റെ ലിങ്ക് താഴെ കൊടുക്കാം, അത് കണ്ട് ബേസിക് ആയിട്ട് എങ്ങനെ ഒരു കോയിൻ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യാം, വാലറ്റിൽ നിന്ന് എക്സ്ചേഞ്ചിലേക്ക് എടുക്കാം, എക്സ്ചേഞ്ചിൽ നിന്ന് വാലറ്റിലേക്ക് എടുക്കാം, എങ്ങനെ ഗ്യാസ് ഫീ പേ ചെയ്യാം, എങ്ങനെ ട്രേഡ് ചെയ്യാം, എങ്ങനെ സെല്ല് ചെയ്യാം എന്നുള്ള കാര്യങ്ങളെല്ലാം അതിൽ പറഞ്ഞു തരുന്നുണ്ട്. ഇൻക്ലൂഡിങ് ആ സെല്ല് ചെയ്ത് കിട്ടുന്ന USDT ഇന്ത്യൻ മണി ആക്കി എങ്ങനെ അക്കൗണ്ടിലേക്ക് എടുക്കാം എന്നുള്ള കാര്യങ്ങൾ വരെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കുക, എന്നിട്ട് പഠിച്ചിട്ട് ചെയ്യാം. അടുത്തതായിട്ട് നമ്മൾ പറയുന്ന ബ്ലമ്മിൻ്റെ ഒരു ബഗ്ഗാണ്. ബ്ലമ്മിൻ്റെ അപ്ഡേറ്റ് അല്ല, അപ്ഡേറ്റ് വരണമെങ്കിൽ ടൈം എടുക്കും. ഞാൻ ഓരോ ചെറിയ അപ്ഡേറ്റും വീഡിയോസായിട്ട് ചെയ്യാറുണ്ട്, ടെലഗ്രാമിലും പോസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ എല്ലാ അപ്ഡേറ്റ്സിനും നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്, ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. 99% ഡൗട്ട്സ് കമൻസിൽ വരുന്നത് ഞാൻ ടെലഗ്രാമിൽ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. ഈ അപ്ഡേറ്റ്സ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടെലഗ്രാം ചാനൽ ഉണ്ടാക്കി വെച്ച് അതിൽ ഓരോ ദിവസവും അപ്ഡേറ്റ് എഫേർട്ട് ഇട്ട് പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും അപ്ഡേറ്റ് കാണാൻ വേണ്ടി ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്ത് വെക്കുക. എല്ലാ ചെറിയ അപ്ഡേറ്റും നമ്മൾ ഇതുപോലെ വീഡിയോ ചെയ്യില്ല എന്ന കാര്യം ഒന്നും കൂടെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഈ ബ്ലമ്മിൽ വന്ന എററും ഓൾറെഡി ഞാൻ ടെലഗ്രാമിൽ പറഞ്ഞ കാര്യം തന്നെയാണ്. ബ്ലമ്മിൽ നിങ്ങൾ ഫ്രണ്ട്സിനെ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ ഫ്രണ്ട്സ് ഏൺ ചെയ്യുന്ന 10% പോയിന്റ്സ് നിങ്ങൾക്ക് കിട്ടും. ആ 10% നമുക്ക് ഓരോ ദിവസം ക്ലെയിം ചെയ്യാൻ പറ്റാറുണ്ട്. പക്ഷേ ഇപ്പോൾ ക്ലെയിമിൽ 0 ആണ് എപ്പോഴും കിടക്കാറുള്ളത്. അതിൻ്റെ മെയിൻ കാരണം ഒരു ബഗ് തന്നെയാണ്, ടെക്നിക്കൽ ഇഷ്യൂ ആണ്. ഓൾറെഡി ഇവരുടെ ഡെവലപ്പർ ടീം അത് സോൾവ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് കയറുമ്പോൾ എനിക്ക് ക്ലെയിം ചെയ്യാൻ പറ്റാറുണ്ട്. ഇടയ്ക്കിടയ്ക്ക് 0 ആണ് കാണിക്കുക, ഇടയ്ക്ക് കറക്റ്റായുള്ള വാല്യൂ കാണിക്കുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റാറുണ്ട്. ഇതിൻ്റെയൊക്കെ മെയിൻ കാരണം ബ്ലമ്മിൻ്റെ ഹൈപ്പ് കൂടിക്കൂടി വരികയാണ് ഓരോ ദിവസവും. അപ്പോൾ ഓരോ ദിവസം ആൾക്കാർ കൂടുന്തോറും അതിലെ ലോഡ് കൂടും, എറേഴ്സും
കൂടും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ വ്യക്തമായിട്ട് പ്ലമ്മിൻ്റെ കാര്യത്തിൽ പറഞ്ഞത്. നിങ്ങൾക്ക് ഒരു റിസ്ക് എടുക്കാൻ താല്പര്യമില്ലെങ്കിൽ 50% ടിക്കറ്റ്സ് സ്പെൻഡ് ചെയ്യുക. അവസാനത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ടിക്കറ്റ്സ് വെച്ച് ഗെയിം കളിക്കാൻ പറ്റണമെന്നില്ല, ഭയങ്കരമായ ലോഡും ഇഷ്യൂസൊക്കെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് ചെയ്യുക. ഇനി അങ്ങോട്ടേക്ക് വരുന്തോറും ലാഗും ഇഷ്യൂസൊക്കെ കൂടിക്കൊണ്ട് വരും. ഇവർ സെർവറൊക്കെ അപ്ഡേറ്റ് ചെയ്താൽ മാത്രമേ ഇനി ഒരു ഇഷ്യൂസൊക്കെ സോൾവ് ആവുള്ളൂ. നെക്സ്റ്റ് ആയിട്ട് നമ്മൾ നോക്കുന്ന മീംഫൈ ആണ്. മീംഫൈ ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ ഈ വരുന്ന 9-ാം തീയതി ഒക്ടോബർ 9-ാം തീയതി ലിസ്റ്റ് ആകുമ്പോൾ തന്നെ ഒരു എയർ ഡ്രോപ്പ് എല്ലാവർക്കും കിട്ടും. 90% അലോക്കേഷനും കമ്മ്യൂണിറ്റിക്ക് എന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഇനി മാറ്റും എന്നുള്ള കാര്യം നമുക്ക് പറയാൻ പറ്റില്ല. എന്തായാലും അവരുടെ ടോട്ടൽ സപ്ലൈയുടെ 90% കമ്മ്യൂണിറ്റിക്കാണ് തരിക. അപ്പോൾ വെസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് എന്ന കാര്യമാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ വെസ്റ്റിംഗ് ഇല്ലാതെ 90% കമ്മ്യൂണിറ്റിക്ക് ഒറ്റ ദിവസം തന്നെ തന്നു കഴിഞ്ഞാൽ ആ കോയിൻ്റെ പ്രൈസ് ഒറ്റ ദിവസം കൊണ്ട് തന്നെ നല്ല രീതിക്ക് ഡംപ് ആവുമെന്ന കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് കിട്ടുമ്പോൾ തന്നെ മാക്സിമം സെല്ല് ചെയ്ത് ഒഴിവാക്കുക. അല്ലാതെ ഹോൾഡ് ചെയ്തുകൊണ്ട് പ്രൈസ് കൂടട്ടെ നമുക്ക് സെല്ല് ചെയ്യാന്ന് പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടേണ്ട പ്രോഫിറ്റ് കൂടി ലോസ് ആയി പോകും. അതുകൊണ്ടാണ്. അതുപോലെ തന്നെ മീംഫൈൽ ഓൺ ചെയിൻ ട്രാൻസാക്ഷൻ വന്നിട്ടുണ്ട്. അതെല്ലാവരും ചെയ്യണം എന്ന കാര്യം എല്ലാവരും ചോദിക്കുന്നുണ്ട്. കമ്പൽസറി അല്ല, ഓക്കെ, വേണ്ടവർ മാത്രം ചെയ്താൽ മതി. അതിൻ്റെ ഗുണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ കോയിൻസിൻ്റെ ബാലൻസ് ഉണ്ടല്ലോ, ആ ഒരു ബാലൻസ് കൂട്ടാം, അത്ര മാത്രമേ ഉള്ളൂ. ടോൺ കൊടുത്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ആ ബാലൻസ് കോയിൻസ് പർച്ചേസ് ചെയ്യുന്ന പോലെ തന്നെയാണ്. അല്ലാതെ വലിയ കാര്യമൊന്നുമില്ല. ഓൺ ചെയിൻ ട്രാൻസാക്ഷൻ ചെയ്തവർക്ക് മാത്രമേ എയർ ഡ്രോപ്പ് കിട്ടൂ എന്നൊന്നുമില്ല എന്ന കാര്യം മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ എല്ലാവരും ചെയ്യേണ്ട ആവശ്യവും ഇല്ല. നെക്സ്റ്റ് അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ ചിക്കൂപ്പാണ്. ചിക്കൂപ്പിൽ വന്നൊരു മെയിൻ അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ എയർ ഡ്രോപ്പിൻ്റെ ചെക്കിൻ തുടങ്ങിയിട്ടുണ്ട്. ചെക്കിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഡെയിലി ടോൺ കൊടുത്തുകൊണ്ട് ചെക്കിൻ ടാസ്ക് ചെയ്യണം. നമ്മൾ കാറ്റസണിലൊക്കെ ചെയ്ത പോലെ തന്നെ ചെക്കിൻ ചെയ്യാനുണ്ട്. ആ ചെക്കിൻ പോയിന്റ്സിനനുസരിച്ചാണ് നിങ്ങൾക്ക് എയർ ഡ്രോപ്പ് കിട്ടുക എന്നവർ മനസ്സിലാക്കുക. മെയിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫാം വാല്യൂ തന്നെയാണ്. അത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ചെക്കിനും ചെയ്യേണ്ട കാര്യം നിർബന്ധമാണ്. അതുകൊണ്ട് തന്നെ കറക്റ്റായിട്ട് ഡെയിലി ചെക്കിൻ ചെയ്ത് പോവുക. ഓരോ ദിവസം 1 രൂപ 2 രൂപയ്ക്ക് ചിലവുള്ളൂ. അതുകൊണ്ട് തന്നെ അത് ചെയ്യാൻ പറ്റുന്നവർ മാക്സിമം ചെയ്യുക. അതിനനുസരിച്ച് നിങ്ങൾക്ക് കിട്ടുന്ന എയർ ഡ്രോപ്പിൻ്റെ വാല്യൂ കൂടുമെന്ന കാര്യം മനസ്സിലാക്കുക. പിന്നെ ഗെയിമിൽ കുറേ അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ട്. നമുക്ക് നോക്കുമ്പോൾ പുതിയ ഫ്ലവർ ഫാമിൻ്റെ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ ജസ്റ്റ് ഗെയിമിൽ നോക്കി ചെയ്യുക. ഗെയിം കളിക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളത് ആർക്കും ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ അതൊക്കെ സ്വന്തമായിട്ട് നോക്കി ചെയ്യുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം മാത്രമാണ് നമ്മൾ പറഞ്ഞു പോകുന്നത്. ഓക്കെ, ഹോട്ട് വാലറ്റിൻ്റെ കാര്യമാണ് അടുത്തായിട്ട് നോക്കാൻ പോകുന്നത്. പലരും ചോദിക്കുന്ന കാര്യമാണ്, ഇനി ഹോട്ട് വാലറ്റിൽ ജോയിൻ ചെയ്തിട്ട് കാര്യമുണ്ടോ, അതുപോലെ തന്നെ ഗ്യാസ് ഫീ ഇൻവെസ്റ്റ് ചെയ്തിട്ട് കാര്യമുണ്ടോ, പെട്ടെന്ന് തന്നെ എയർ ഡ്രോപ്പ് ഫാമിംഗ് കഴിഞ്ഞാൽ നമ്മുടെ ഗ്യാസ് ഫീ ലോസ്റ്റ് ആവില്ല എന്നൊക്കെ കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ യൂസ് ചെയ്യുന്ന മെറ്റാമാസ്ക്, ടോൺ കീപ്പർ, ടെലഗ്രാം വാലറ്റ്, ഇതുപോലത്തെ ഒരു വാലറ്റ് മാത്രമാണ് ഈ ഹോട്ട് വാലറ്റ്. അപ്പോൾ നിങ്ങൾ ഈ ഹോട്ട് ടോക്കൺ ഫാം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗ്യാസ് ഫീ ആയിട്ട് നിയർ കൊടുക്കണം. അപ്പോൾ നിയർ ഇല്ലാതെ ഫാം ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിയർ ഇൻവെസ്റ്റ് ചെയ്യാതെ ഫാം ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ടൈം വേസ്റ്റ് ആണ്, വെറുതെ അത് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ ആ എയർ ഡ്രോപ്പ് തന്നെ സ്കിപ്പ് ചെയ്യുക. നിങ്ങളുടെ കയ്യിൽ നിയർ കൊടുക്കാനുള്ള പൈസ ഇല്ലെങ്കിൽ അത് ഒഴിവാക്കുക, ഈ എയർ ഡ്രോപ്പ് തന്നെ ഒഴിവാക്കുക. കാരണം എന്ന് വെച്ചാൽ നിയർ ഇല്ലാതെ ഫാം ചെയ്യുന്നവർക്ക് 50% ടോക്കൺസ് മാത്രമേ കിട്ടൂ, ബാക്കിയെല്ലാം ഗ്യാസ് ഫീ ആയിട്ട് പോകും. അതുകൊണ്ട് തന്നെ അത് ചെയ്യാതിരിക്കുക. നിയർ ഇൻവെസ്റ്റ് ചെയ്യുന്ന ലാഭമാണോ നഷ്ടമാണോ, പെട്ടെന്ന് എയർ ഡ്രോപ്പ് കഴിയുമോ എന്നൊക്കെ ഡൗട്ട്സ് ഉള്ളവർക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയാത്തതുകൊണ്ടാണ്. നിങ്ങൾ മനസ്സിലാക്കുക, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഹോട്ട് വാലറ്റ് ജസ്റ്റ് ഒരു വാലറ്റ് മാത്രമാണ്, നമുക്ക് കോയിൻസ് സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള ഒരു സ്ഥലം. അപ്പോൾ നമ്മൾ ഈ ഹോട്ട് വാലറ്റിലേക്ക് എത്ര ഫണ്ട് ഇട്ട് വെച്ചാൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും സാധാരണ ഒരു വാലറ്റിൽ നിന്ന് സെൻഡ് ചെയ്യുന്ന പോലെ തിരിച്ച് സെൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഈ ഒരു നിയർ ഗ്യാസ് ഫീക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ എത്ര നിയർ ഇട്ടാലും പ്രശ്നമില്ല, നിങ്ങളുടെ നിയർ അവിടെ സേഫാണ്. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും തിരിച്ചെടുക്കുകയും ചെയ്യാം. ജസ്റ്റ് ഒരു വാലറ്റ് മാത്രമാണ്. അതിനകത്ത് ഈ ഒരു എയർ ഡ്രോപ്പ് ഫാമിംഗ് കൂടെ ഉണ്ട് എന്നൊരു കാര്യം മാത്രമേ സ്പെഷ്യൽ ഉള്ളൂ, അല്ലാതെ വേറെ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ നിയർ ഇൻവെസ്റ്റ് ചെയ്ത് ഇപ്പോൾ നിങ്ങൾ ഈ ഹോട്ട് വാലറ്റ് ഫാമിംഗ് സ്റ്റാർട്ട് ചെയ്താലും പ്രശ്നമില്ല, നിങ്ങൾക്ക് കിട്ടുന്ന അത്രയും ഹോട്ട് കിട്ടും. ഇനി ഹോട്ട് ഫാമിംഗ് കഴിഞ്ഞു, അല്ലെങ്കിൽ ഹോട്ടിൻ്റെ എയർ ഡ്രോപ്പ് മൈനിങ് കഴിഞ്ഞു എന്ന് വിചാരിക്കുക. കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, നമുക്ക് നിയർ എവിടെയും പോകുന്നില്ല. ആ നിയർ നമ്മൾ അവർക്ക് കൊടുത്തതല്ല, നമുക്ക് എപ്പോൾ വേണമെങ്കിലും സാധാരണ ഒരു വാലറ്റിൽ നിന്ന് എടുക്കുന്ന പോലെ തന്നെ തിരിച്ചെടുക്കാം ആ നിയർ. അപ്പോൾ നിങ്ങൾ നിയർ ഇന്ന് ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങിയാലും നിങ്ങൾക്ക് കുഴപ്പമില്ല, കിട്ടുന്ന ഹോട്ട് കിട്ടും. അപ്പോൾ ഈ ഒരു എയർ ഡ്രോപ്പ് ഫാമിംഗ് കഴിയുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ബാക്കി നിയർ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, തിരിച്ച് സെൻഡ് ചെയ്യാം. തിരിച്ച് എക്സ്ചേഞ്ചിലേക്ക് എടുത്ത് കഴിഞ്ഞാൽ സെല്ല് ചെയ്തുകൊണ്ട് USDT ആക്കി ബാങ്കിലേക്ക് ആ പൈസ എടുക്കാം. അത് ആരും അവിടെ ലോക്ക് ചെയ്ത് വെക്കുന്നില്ല. ആ ഒരു കാര്യം മനസ്സിലാക്കുക. ജസ്റ്റ് ഒരു വാലറ്റ് മാത്രമാണ്. നിങ്ങൾ ഹോട്ട് വാലറ്റ് ഇന്ന് തുടങ്ങിയാലോ അല്ലെങ്കിൽ ഇന്നലെ തുടങ്ങിയാലോ നാളെ തുടങ്ങിയാലോ ഒന്നും പ്രശ്നമില്ല. കഴിയുന്നതിന് മുൻപ് കുറച്ചെങ്കിലും ഹോട്ട് ടോക്കൺ ആക്കാൻ നോക്കുക. പിന്നെ സ്പീഡ് കൂട്ടാൻ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഹോട്ട് വാലറ്റിൻ്റെ ഫുൾ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ വുഡ് അപ്ഗ്രേഡ് ചെയ്യുക, അതുപോലെ തന്നെ ഫയർ അപ്ഗ്രേഡ് ചെയ്യുക, ഇതൊക്കെയാണ് ചെയ്യേണ്ടത്. ഇതൊക്കെ എങ്ങനെ ചെയ്യാമെന്നുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്, അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ചാനലിൽ കിടക്കുന്നുണ്ട്, പോയി കാണുക ഹോട്ട് വാലറ്റിൻ്റെ വീഡിയോ, എന്നിട്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ചെയ്യാം. നെക്സ്റ്റ് അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ ടാബീസു ആണ്. ടാബീസുവിൽ മെറ്റാമാസ്ക് കണക്ട് ചെയ്യേണ്ട എങ്ങനെയെന്നുള്ളതൊക്കെ ഞാൻ ഓൾറെഡി ഈ ഒരു ടാബീസുവിൻ്റെ ഫുൾ വീഡിയോയിൽ പറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ വീണ്ടും കാണിക്കുന്നില്ല. പുതുതായിട്ട് കുറേ ആൾക്കാർക്ക് ഇപ്പോഴാണ് ഒരു ഓപ്ഷൻ കണ്ടത്. അതുകൊണ്ട് തന്നെ മെറ്റാമാസ്ക് എങ്ങനെ കണക്ട് ചെയ്യാമെന്നുള്ളത് വ്യക്തമായിട്ട് ഞാൻ ടാബീസുവിൻ്റെ ഫുൾ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അതിൽ നോക്കുക, എന്നിട്ട് നിങ്ങളുടെ മെറ്റാമാസ്കും ടോൺ വാലറ്റും രണ്ടും കണക്ട് ചെയ്ത് വെക്കണം. രണ്ടും കണക്ട് ചെയ്ത് വെക്കുക. ഇനി ടെസ്റ്റ് നെറ്റും കാര്യങ്ങളൊക്കെ വീണ്ടും സ്റ്റാർട്ട് ആവുന്നുണ്ട്. അതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അതിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ ചെയ്യും. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു വീഡിയോസ് എല്ലാം കിട്ടാൻ വേണ്ടി ഒരു ചാനൽ ഫോളോ ചെയ്ത് പോവുക. നെക്സ്റ്റ് അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഡോർമിൻ്റ് ആണ്. ഡോർമിൻറ്റും നിങ്ങൾക്കറിയാം ബൈനാൻസ് ലാബും ഒരുപാട് ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്ത പ്രൊജക്റ്റാണ്. ഈ ഒരു പ്രൊജക്റ്റിലും ഡെയിലി അപ്ഡേറ്റ്സ് വരാറില്ല. ഡെയിലി അപ്ഡേറ്റ്സിന് ഒരു ആവശ്യം നമുക്കില്ല. കറക്റ്റായിട്ട് ഈ എയർ ഡ്രോപ്പ് നമുക്ക് തന്നാൽ മാത്രം മതി. ഇവർ കറക്റ്റായിട്ട് റോഡ് മാപ്പ് ഫോളോ ചെയ്ത് വർക്ക് ചെയ്യുന്ന കമ്പനീസാണ്. അപ്പോൾ നല്ല കമ്പനീസ് കുറച്ച് ടൈം എടുക്കുമെന്ന കാര്യം മനസ്സിലാക്കുക. ഒരു പേയ്മെൻറ്റ് സിസ്റ്റം വരാൻ പോകുന്ന നവംബറിലാണ്. അപ്പോൾ നവംബർ ടു ഡിസംബറിൽ ആ ഒരു സംഭവം വരും. അതിനുശേഷമായിരിക്കും എയർ ഡ്രോപ്പ്.
ഓക്കെ, അപ്പോൾ നിങ്ങൾ നവംബർ ഡിസംബർ ആകുമ്പോഴത്തേക്ക് ഈ കോയിൻ സ്ട്രോങ് ആയിട്ടുള്ളൊരു യൂസ് കേസ് വരും. അപ്പോൾ യൂസ് കേസ് കൂടുന്നോറും എത്രത്തോളം യൂസ് കേസ് കൂടുന്നോ അത്രത്തോളം ഈ കോയിൻ്റെ പ്രൈസ് കൂടുമെന്ന കാര്യം മനസ്സിലാക്കുക. എന്ന് വെച്ച് ഒരു കോയിന് $100, ഒരു കോയിന് $200 അങ്ങനെയല്ല ഞാൻ പറയുന്നത്. എങ്ങനെയായാലും ഒരു ഡീസൻറ്റ് പ്രൈസ് ഈ കോയിനിലേക്ക് വരണമെങ്കിൽ ഒരു യൂസ് കേസ് വേണം. നെക്സ്റ്റ് അപ്ഡേറ്റ് നമുക്ക് പറയാനുള്ളത് എക്സംബെയറിൻ്റെ ഭാഗത്തു നിന്നാണ്. എക്സംബെയറിൽ എല്ലാവർക്കുമുള്ള ഡൗട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോണിൻ്റെ ട്രാൻസാക്ഷൻ ചെയ്താൽ മാത്രമാണോ എയർ ഡ്രോപ്പ് കിട്ടുക, അത് നിർബന്ധമാണോ, കമ്പൽസറി ആണോ എന്നുള്ള കാര്യങ്ങളാണ്. നിങ്ങൾ എക്സംബെയർ ഫാം ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ട് ആ ടോൺ ട്രാൻസാക്ഷൻ ചെയ്യണം. ഇവരുടെ എയർ ഡ്രോപ്പ് പേജിലേക്ക് വന്നു കഴിഞ്ഞാൽ വ്യക്തമായിട്ട് ഇവർ പറയുന്നുണ്ട് വാലറ്റ് കണക്ട് ചെയ്യും വേണം, അതിനുശേഷം ഒരു ടോൺ ട്രാൻസാക്ഷൻ ഓൺ ചെയിൻ ട്രാൻസാക്ഷൻ ചെയ്യണമെങ്കിൽ മാത്രമേ എയർ ഡ്രോപ്പ് കിട്ടൂ എന്ന കാര്യം വ്യക്തമായിട്ട് അവർ ആ ഒരു എയർ ഡ്രോപ്പ് പേജിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരിക്കലും നിങ്ങൾ എയർ ഡ്രോപ്പ് ഫാം ചെയ്യുന്ന ഒരാളാണെങ്കിൽ ആ ഒരു ടോൺ ട്രാൻസാക്ഷൻ ചെയ്യുക. നെക്സ്റ്റ് അപ്ഡേറ്റ് സൈഡ് കിക്കിന്റെ ഭാഗത്തു നിന്നാണ്. സൈഡ് കിക്കിൽ ഇപ്പോൾ ഡെയിലി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡയമണ്ട്സ് ക്ലെയിം ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഒരു പാസ് പർച്ചേസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പാസ് പർച്ചേസ് ചെയ്യുന്നവർക്ക് ഡെയിലി ക്ലെയിം ആയിട്ട് അല്ലെങ്കിൽ ഡെയിലി റിവാർഡായിട്ട് നിങ്ങൾക്ക് ഡയമണ്ട്സ് ക്ലെയിം ചെയ്യാൻ പറ്റും. അപ്പോൾ അത് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നവർക്ക് പർച്ചേസ് ചെയ്യാം. ഞാൻ എന്തായാലും ചെയ്തിട്ടുണ്ട്. ആ ഒരു ചെയ്തുകൊണ്ട് ഡെയിലി നിങ്ങൾക്ക് ഡയമണ്ട്സ് കൂട്ടാവുന്നതാണ്. നെക്സ്റ്റ് വരുന്ന ഒരു അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ ടൈം ഫാമിൻ്റെ ഭാഗത്തു നിന്നാണ്. ടൈം ഫാം ഞാൻ പറഞ്ഞ പോലെ തന്നെ നല്ല പ്രൊജക്റ്റാണ്, നല്ല അലോക്കേഷൻ തരും എന്ന് ഞാൻ വിശ്വസിക്കുന്ന പ്രൊജക്റ്റാണ് ടൈം ഫാം. കാരണം ഓൾറെഡി ഒരു നല്ല കോയിൻ മാർക്കറ്റിലുണ്ട് ടൈം ഫാമിന്. അപ്പോൾ ടൈം ഫാമിൻ്റെ സെക്കൻഡ് എന്ന് പറയുന്ന കോയിനാണ് നമ്മളിപ്പോൾ ഫാം ചെയ്യുന്നത്. ഈ സെക്കൻഡ് കോയിൻ്റെ ലിസ്റ്റിംഗ് എന്നാണെന്നാണ് എല്ലാവർക്കും അറിയേണ്ടത്. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, നല്ല പ്രൊജക്റ്റ് ആണെങ്കിൽ ടൈം എടുക്കും. ലിസ്റ്റിംഗ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാതെ നല്ല നല്ല കാര്യങ്ങൾ എന്താണെന്ന് നോക്കുക, അതിലേക്ക് നിങ്ങളുടെ ടൈം കൊടുക്കുക. എന്നിട്ട് ലിസ്റ്റിംഗ് വരുമ്പോൾ നല്ല ഏണിങ്സ് എടുക്കുക. അത്രയാണ് നമുക്ക് ചെയ്യാനുള്ളത്. ലിസ്റ്റിംഗ് അനൗൺസ് ചെയ്ത കോയിൻസ് മാത്രം ഫാം ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും കിട്ടാൻ പോകുന്നില്ല. കാരണം ഒരുപാട് മാസങ്ങൾക്ക് മുൻപ് തന്നെ അതുപോലെ ആൾക്കാർ ഫാം ചെയ്ത് വരുന്ന പ്രൊജക്റ്റുകളായിരിക്കും. ജസ്റ്റ് ലിസ്റ്റിംഗ് അനൗൺസ്മെന്റ് വരുമ്പോൾ മാത്രം കയറിയതുകൊണ്ട് നിങ്ങൾക്ക് ഒന്നും കിട്ടില്ല. അതുകൊണ്ടാണ് വാർഡ് ബേർഡിൽ ഒരുപാട് ആൾക്കാർക്ക് ഒന്നും കിട്ടാത്തത്. എത്രയോ മാസങ്ങൾക്ക് മുൻപ് ഞാൻ വീഡിയോസ് ചെയ്യുന്നതാണ്. അപ്പോൾ ജോയിൻ ചെയ്തവർക്കെല്ലാം നല്ല ലൊക്കേഷൻ കിട്ടി. അവസാന ഘട്ടത്തിൽ ജോയിൻ ചെയ്ത് ഞാൻ സ്റ്റേജ് 1-ലാണെന്ന് പറഞ്ഞ് കുറ്റം പറഞ്ഞിട്ടൊരു കാര്യമില്ലെന്ന് കാര്യം മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾ റെഗുലർ ആയിട്ട് എല്ലാ പ്രൊജക്റ്റും ഫാം ചെയ്ത് പോയാൽ മാത്രമേ നിങ്ങൾക്ക് നല്ല എയർ ഡ്രോപ്പ് കിട്ടൂ എന്ന് മനസ്സിലാക്കുക. അവസാന ഘട്ടത്തിൽ കയറിയതുകൊണ്ട് എയർ ഡ്രോപ്പ് കിട്ടില്ല എന്ന കാര്യം കൂടി വ്യക്തമായിട്ട് ഒന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ നല്ല കാര്യമാണ്. അപ്പോൾ ഈ ടൈം ഫാമിൽ മെയിനായിട്ട് പറയാനുള്ളത്, നിങ്ങൾ 30 ദിവസം കണ്ടിന്യൂസ്ലി ലോഗിൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ടോക്കൺസ് ബേൺ ആയി തുടങ്ങും. എന്ന് വെച്ചാൽ നിങ്ങളുടെ കയ്യിലുള്ള ടൈം ഫാമിൻ്റെ കോയിൻസ് കുറച്ച് കുറയ്ക്കും, ബേൺ ആക്കിക്കൊണ്ടേയിരിക്കും. അപ്പോൾ 30 ദിവസത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങളൊന്ന് കയറാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ ടോക്കൺസ് കുറഞ്ഞുകൊണ്ടേയിരിക്കും, അവർ ബേൺ ആക്കിക്കൊണ്ടേയിരിക്കും ഇനാക്റ്റീവ് അക്കൗണ്ട്സിൻ്റെ. അപ്പോൾ ആക്റ്റീവ് ആയിട്ടിരിക്കാൻ ശ്രമിക്കുക. ടൈം ഫാമിൽ ആക്റ്റീവ് അല്ലാത്ത യൂസേഴ്സിൻ്റെ എല്ലാം കോയിൻസ് കുറച്ചുകൊണ്ടേയിരിക്കും എന്ന കാര്യം മനസ്സിലാക്കുക. 30 ദിവസം കണ്ടിന്യൂസ്ലി ലോഗിൻ ചെയ്തില്ലെങ്കിൽ മാത്രമേ കുറയ്ക്കുള്ളൂ, അല്ല ഒരു ദിവസം മിസ്സാക്കിയെന്ന് വെച്ചൊന്നും കുറയില്ല എന്ന കാര്യം കൂടി വ്യക്തമായിട്ടൊന്ന് മനസ്സിലാക്കുക. നെക്സ്റ്റ് അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ ലോസ്റ്റ് ഡോഗ്സ് ആണ്. ലോസ്റ്റ് ഡോഗ്സിൻ്റെ ഫാമിംഗ് ഓൾറെഡി കഴിഞ്ഞു. ഇനി നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ട, അതിൽ ഒരു നോട്ട് കോയിൻ വിഡ്രോ അടിക്കാനുണ്ട്. ആ നോട്ട് കോയിൻ വിഡ്രോ ചെയ്യണോ, ഇപ്പോൾ ചെയ്യണമെന്ന് പലരും ചോദിക്കുന്നുണ്ട്. നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ അതിൽ ചെറിയ നോട്ട് കോയിൻ ഉണ്ടാവുള്ളൂ. നിങ്ങൾ നോട്ട് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ബോൺസ് വാങ്ങി ഈ ഒരു ഗെയിം കളിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അതിൽ ചെറിയ നോട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ നോട്ട് കോയിൻ വിഡ്രോ അടിക്കുന്ന ഗ്യാസ് ഫീ എങ്കിലും നിങ്ങൾ കൊടുക്കാനുണ്ടെങ്കിൽ മാത്രം ചെയ്യാം. ഓക്കെ, നിങ്ങളുടെ നോട്ട് കോയിൻ്റെ വാല്യൂ ഗ്യാസ് ഫീനേക്കാൾ കൂടുതലാണെങ്കിൽ മാത്രം വിഡ്രോ അടിച്ചാൽ മതി, അല്ലെങ്കിൽ ആ നോട്ട് കോയിൻ അവിടെ തന്നെ വെക്കുക. അപ്പോൾ നമ്മൾ എന്തിനാണ് ഈ ഗെയിം കളിച്ചത് എന്നായിരിക്കും അടുത്ത ചോദ്യം. ഈ ഗെയിം കളിച്ചത് വൂഫ് എന്ന് പറയുന്ന ടോക്കൺ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ വൂഫ് ടോക്കൺ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു ഗെയിം കളിച്ചത്. വൂഫ് കിട്ടിയ ബാലൻസ് എത്രയാണോ അതാണ് നിങ്ങളുടെ എയർ ഡ്രോപ്പ്. അപ്പോൾ എന്താണ് വൂഫിൻ്റെ ഇമ്പോർട്ടൻസ് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്കറിയാം ഈ ഒരു വർഷം കിട്ടിയ 2 നല്ല എയർ ഡ്രോപ്പുകൾ എന്ന് പറഞ്ഞാൽ ഒന്ന് നോട്ട് കോയിൻ, ഒന്ന് ഡോഗ്സ്. ഇത് രണ്ടും ഡെവലപ്പ് ചെയ്തതാരാണ്? ടെലഗ്രാമാണ്. ടെലഗ്രാമിൻ്റെ ഭാഗത്ത് നിന്ന് അടുത്തതായിട്ട് ലിസ്റ്റ് ആവാൻ പോകുന്ന കോയിനാണ് വൂഫ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു പ്രൊജക്റ്റ് ഫാം ചെയ്തതും ഈ ഒരു വൂഫ് ടോക്കൺ ഫാം ചെയ്ത് വെച്ചതും. ഇനി 2-3 പുതിയ ടാസ്കുകൾ കൂടി വരാനുണ്ട് ഈ ഒരു മാസം തന്നെ, അല്ലെങ്കിൽ അടുത്ത മാസം ഫസ്റ്റ് ആയിട്ട് വരും. ആ ടാസ്കുകളെങ്കിലും കംപ്ലീറ്റ് ചെയ്ത് കുറച്ചെങ്കിലും വൂഫ് ടോക്കൺ ഏൺ ചെയ്ത് വെക്കാൻ നോക്കുക. വൂഫിനാണ് ഇമ്പോർട്ടൻസ്, നോട്ട് കോയിൻ അല്ല എന്ന കാര്യം മനസ്സിലാക്കുക. ഇനി വരുന്ന 2-3 ടാസ്കുകൾ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു കോയിൻ ലിസ്റ്റ് ആവുന്ന കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് നല്ല എയർ ഡ്രോപ്പ് കിട്ടും, ഒരു സംശയമില്ല. കാരണം ടെലഗ്രാമിൻ്റെ തന്നെ എയർ ഡ്രോപ്പ് ആണ്. നെക്സ്റ്റ് അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ ടോം മാർക്കറ്റ് ആണ്. ടോം മാർക്കറ്റ് സ്നാപ്ഷോട്ട് കഴിഞ്ഞു എന്ന് വിചാരിച്ച് ഒരുപാട് ആൾക്കാർ കയറാറ് പോലും ഇല്ല. ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു, ഒരു സ്നാപ്ഷോട്ട് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. ഇനി ഒക്ടോബർ മാസത്തിൽ, അടുത്ത മാസത്തിൽ ഒരു സ്നാപ്ഷോട്ടും കൂടെ ഉണ്ട്. അതാണ് ഫൈനൽ സ്നാപ്ഷോട്ട്, അതിലാണ് ലിസ്റ്റിംഗ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ചെയ്യേണ്ട എന്താ, ഡെയിലി കയറുക, ടൊമാറ്റോൻ്റെ ഗെയിംസ് കളിക്കുക, ഡെയിലി ഫാമിംഗ് ചെയ്യുക, ആ പോയിന്റ്സ് കളക്ട് ചെയ്ത് വെക്കുക. ഇതൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് റാങ്ക് കൂട്ടാൻ പറ്റും, സ്റ്റാർസ് കിട്ടും. ആ സ്റ്റാർസിലേക്ക് കയറാൻ നിങ്ങളുടെ റാങ്ക് മാക്സിമം കൂട്ടുക. ഏതാണോ നിങ്ങളുടെ റാങ്ക് അതാണ് എയർ ഡ്രോപ്പ് തീരുമാനിക്കുന്നത്. ഓക്കെ, അപ്പോൾ സ്റ്റാർസ് മാക്സിമം കൂട്ടി പോവുക. ഡെയിലി ഗെയിംസ് കളിക്കും തോറും ഡെയിലി സ്റ്റാർസും കാര്യങ്ങളും കിട്ടും. അടുത്ത കോയിൻ എന്ന് പറഞ്ഞാൽ എസ് കോയിനാണ്. യെല്ലോ എസ് കോയിൻ്റെ കാര്യമാണ് പറയുന്നത്. വൈറ്റ് എസ് കോയിൻ ഞാൻ ചെയ്യാറില്ല, സ്കാം ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാൻ എന്തായാലും ചെയ്യുന്നില്ല. യെല്ലോ എസ് കോയിൻ്റെ അപ്ഡേറ്റ്സ് എന്ന് പറഞ്ഞാൽ സ്കിന്നും കാര്യങ്ങളൊക്കെയാണ്. അതെല്ലാം കഴിഞ്ഞ വീഡിയോയിൽ ഡീറ്റെയിൽ ആയി പറഞ്ഞിട്ടുണ്ട്, കഴിഞ്ഞ അപ്ഡേറ്റ്സ് വീഡിയോയിൽ. അപ്പോൾ ആ കഴിഞ്ഞ അപ്ഡേറ്റ് വീഡിയോ കാണാം, എസ് കോയിൻ്റെ കാര്യങ്ങൾ അറിയാം. ഓക്കെ, പുതിയ അപ്ഡേറ്റോ കാര്യങ്ങളൊന്നുമില്ല. ഇപ്പോഴാണ് ലിസ്റ്റിംഗ് എന്നൊന്നും ഇതുവരെ അനൗൺസ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് തന്നെ വെയിറ്റ് ചെയ്തിരിക്കുക. അടുത്ത അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഡ്രിഫ്റ്റ് പാർട്ടിയാണ്. ഡ്രിഫ്റ്റ് പാർട്ടിയിൽ നമുക്ക് വന്നിരിക്കുന്ന ഓട്ടോ മെർജാണ്. കാറ്റിസണിൽ ഓട്ടോ ഓൺ ആക്കിയിടുന്ന പോലെ ഡ്രിഫ്റ്റ് പാർട്ടിയിൽ ഇപ്പോൾ ഓട്ടോ മെർജ് വന്നിട്ടുണ്ട്. പക്ഷേ കാറ്റിസൺ പോലെയല്ല, ടെലഗ്രാം സ്റ്റാർസ് പർച്ചേസ് ചെയ്ത് പൈസ കൊടുത്ത് വാങ്ങിയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ ഒരു ഡ്രിഫ്റ്റ് പാർട്ടീൻ്റെ ഓട്ടോ മെർജ് പർച്ചേസ് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ എന്തായാലും ചെയ്യുന്നില്ല. ആ ഒരു പൈസ കൊടുത്ത് ചെയ്യുന്നത് വെർത്താണോ എന്ന് എനിക്കറിയില്ല, അതുകൊണ്ട് തന്നെ ഞാൻ ചെയ്യുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാവുന്നതാണ്, ആ ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ സീഡാണ്. സീഡ് ലിസ്റ്റ് ആവാൻ പോകുന്നത് നവംബർ മാസത്തിലാണ്.
നിങ്ങൾക്ക് ഇപ്പോൾ സീഡ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ കാണാൻ പറ്റും സീഡ് ലിസ്റ്റിംഗ് ഇൻ നവംബർ എന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ ലിസ്റ്റിംഗ് ആകുമ്പോൾ നവംബറിലാണ്. വളരെ നല്ല പ്രൊജക്റ്റാണ്, ഞാൻ വീണ്ടും പറയുന്നു നല്ല പ്രൊജക്റ്റാണ്. പക്ഷേ അലോക്കേഷൻ എത്ര തരും എന്നുള്ള കാര്യം നമുക്കറിയില്ല. എന്തായാലും നല്ല രീതിക്ക് ഫാം ചെയ്ത് പോവുക, നല്ല ലൊക്കേഷൻ തന്നെ കിട്ടട്ടെ, നല്ല എമൗണ്ട് തന്നെ കിട്ടട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും വളരെ നല്ല പ്രൊജക്റ്റാണ്. സീഡ് വളരെ കുറഞ്ഞ ആൾക്കാർ മാത്രം, യൂസേഴ്സ് വളരെ കുറവാണ്. ലിസ്റ്റിംഗ് എപ്പോഴാണെന്നൊരു ന്യൂസ് വരുമ്പോൾ മാത്രമാണ് എല്ലാവരും കൂടി കയറി വരിക. ലിസ്റ്റിങ്ങിൻ്റെ ഡേറ്റ് അനൗൺസ് ചെയ്ത് കഴിയുമ്പോൾ ഒരുപാട് യൂസേഴ്സ് ഇതിലേക്കും വരും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അത്ര അഡ്വാൻറ്റേജ് ഉണ്ടാവും. അവസാനം വരുന്നവർക്ക് കുറച്ച് പോയിന്റ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നേരത്തെ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാ പ്രൊജക്റ്റുകളുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കിട്ടും. തീർച്ചയായിട്ടും വേണ്ട പ്രൊജക്റ്റുകളിൽ ജോയിൻ ചെയ്യാം. ഇനി പറയാനുള്ള റെവോക്സിനെ പറ്റിയിട്ടാണ്. റെവോക്സ് ഞാൻ തുടങ്ങിയപ്പോഴേ പറഞ്ഞതാണ് ക്ഷമയുള്ളവർ മാത്രം റെവോക്സിലേക്ക് വരിക എന്നുള്ള കാര്യം. ഇപ്പോൾ റെവോക്സും നമ്മളുടെ സ്വാൻ ചെയിനുമായിട്ട് പാർട്ണർഷിപ്പ് ആയിട്ടുണ്ട്. ഈ ഒരു പാർട്ണർഷിപ്പ് കുറേ ആയിട്ട് നടക്കുന്നുണ്ട്. എന്തായാലും ലിസ്റ്റിങ്ങിൻ്റെ ഡേറ്റോ അനൗൺസ്മെൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. റെവോക്സും ഒരു പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ പ്രൊഡക്റ്റ് റെഡി ആകുമ്പോൾ വർക്കാകുമ്പോൾ മാത്രമാണ് അവർ മാർക്കറ്റിലേക്ക് റിലീസ് ചെയ്യുമ്പോൾ മാത്രമാണ് ഈ ഒരു കോയിനും ലിസ്റ്റ് ആക്കിയിട്ട് ആ കോയിന് യൂസ് കേസ് വരണമെങ്കിൽ പ്രൊഡക്റ്റ് അവിടെ ഉണ്ടാവണം. ആ ഒരു പ്രൊഡക്റ്റ് റെഡി ആകുമ്പോൾ അവർ ലിസ്റ്റ് ആക്കും. അതുകൊണ്ടാണ് റെവോക്സിൻ്റെ എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്നത് റെവോക്സിൻ്റെ ഫാമേഴ്സ് ക്ഷമയുള്ളവരായിരിക്കണം. അല്ലാതെ നിങ്ങൾക്ക് റെവോക്സിൻ്റെ എയർ ഡ്രോപ്പ് കിട്ടുമെന്ന് എക്സ്പെക്ട് ചെയ്യരുത്. ഈ ഒരു വീഡിയോയിൽ പറയാത്ത ഒരുപാട് പുതിയ പ്രൊജക്റ്റുകളുണ്ട്. ആ പുതിയ പ്രൊജക്റ്റുകളുടെ എല്ലാം ഒരു ഡെഡിക്കേറ്റഡ് വീഡിയോ അടുത്തായിട്ട് ചെയ്യാം. അപ്പോൾ എന്തായാലും അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുക. ഇതിൽ പറഞ്ഞ എല്ലാം പഴയ പ്രൊജക്റ്റുകളാണ്, ഒരുപാട് മാസങ്ങളായിട്ട് നമ്മൾ ഫാം ചെയ്യുന്ന പ്രൊജക്റ്റുകളാണ്. അപ്പോൾ ഇനി ഒരുപാട് പ്രൊജക്റ്റുകളുടെ പേര് ഞാൻ പറയാനുണ്ട്. അതിലൊന്നും അപ്ഡേറ്റ്സ് മേജറായിട്ടുള്ള അപ്ഡേറ്റ്സ് ഇല്ലാത്തതുകൊണ്ടാണ് പറയാത്തത്. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോയിൽ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ടെലഗ്രാം ചാനലിൽ പറയാം. തീർച്ചയായും ടെലഗ്രാം ചാനൽ നോക്കുക. ഇനി എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതിൽ പറയാം. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞ 99% കാര്യങ്ങളും ഞാൻ ടെലഗ്രാം ചാനലിൽ ഓൾറെഡി ഷെയർ ചെയ്ത കാര്യമാണ്. അപ്പോൾ ഓരോ ദിവസം അപ്ഡേറ്റ് വീഡിയോ പ്രതീക്ഷിക്കരുത്. നിങ്ങൾക്ക് ഓരോ അപ്ഡേറ്റ്സും കൃത്യമായിട്ട് അറിയാൻ വേണ്ടി ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. സീ സൂൺ, ബൈ.